ചേട്ടാ എന്താ പേരെന്തുവാ? ഷാജഹാൻ. എവിടെ വീടെന്താ? ഉള്ളന്നൂര്. ഇത് കുലുക്കി സർബത്ത് അല്ലേ? എല്ലാ ഐറ്റങ്ങളും ഉണ്ടല്ലോ. അപ്പൊ നമ്മള് SP ചലഞ്ച് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ്. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കും. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ചേട്ടന് സമ്മാനമാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളെല്ലാം പഴഞ്ചൊല്ലുകളായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ചോദിക്കുന്ന കടങ്കഥയാണ്. അപ്പം ഒരു 5 കടങ്കഥ പറയാമെങ്കിൽ ഒരു സമ്മാനം തരാം. മൈക്ക് പിടിച്ചു. മൈക്കിൽ കൂടെ പറയണം. കാട്ടിലൊരു തുള്ളി ചോര. എന്തോ? കാട്ടിലൊരു തുള്ളി ചോര. മുറ്റത്തെ ചെമ്മിന് അടപ്പില്ല. കാളടക്കം കയറോടും. കാട്ടിലൊരമ്മ കുട പിടിച്ച് നിൽക്കുന്നു. പഞ്ചായത്തില് അതായി ഒന്നുകൂടെ പറഞ്ഞു. ഞാനില്ല. കാട്ടിലൊരു തുള്ളി ചോര. കാട്ടിലൊരമ്മ കുട പിടിച്ച് നിൽക്കുന്നു. മുറ്റത്തെ ചെമ്മിന് അടപ്പില്ല. കാളടക്കം കയറും. വെട്ടില്ല വട്ടയില. 5 എണ്ണമായി. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള നമ്മുടെ മലയാള ഭാഷയെ ഏറ്റവും ധന്യമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കടങ്കഥയും പഴഞ്ചൊല്ലും ഒക്കെ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാഷയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള. പക്ഷെ ഇന്ന് അത് പലതും നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ സംസാര ഭാഷയിൽ നിന്ന് തന്നെ അന്യമായി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക എന്നുള്ളതാണ്. ചേട്ടന്റെ പേര് ഷാജഹാൻ, വീട് ഉള്ളന്നൂരാണ്. ഇത് നമുക്ക് എത്ര ഒരു ദിവസം കച്ചവടം കുറവായി? അപ്പൊ ഇത് എവിടെ സ്ഥലം എവിടെയായിരുന്നു? നമ്മുടെ മാന്തുക. അപ്പൊ മാന്തുക ജംഗ്ഷനാണ്. കുളനട മാന്തുക നമ്മുടെ ചെങ്ങന്നൂര് പോകുന്ന റൂട്ടാണ്. ഇവിടെ നമ്മുടെ ഷാജഹാൻ ചേട്ടൻ അതുപോലെ കുലുക്കി സർബത്തും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിലെ വരുന്ന ആളുകൾ. അപ്പം ചൂടൊക്കെ കുറഞ്ഞു വരുന്നു. ഉണക്ക് തീരാറായി. അപ്പൊ ഇനിയിപ്പം മഴക്കാലം ആകുമ്പോ എന്തുവാ പരിപാടി? എന്താ വണ്ടി? SP ചലഞ്ച് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കടങ്കഥ ചലഞ്ചായിരുന്നു. കടങ്കഥ ചോദിച്ചു. 5 കടങ്കഥ പറയണമെന്ന് പറഞ്ഞു. 5 കൃത്യമായി ഷാജഹാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സമ്മാനമുണ്ട്. നമ്മുടെ റാഫിൾ ജീൻസ് വെട്ടിയായിട്ടുള്ള റാഫിൾ ജീൻസ് ആണ് ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേട്ടാ ഒരു സമ്മാനമുണ്ട്. ഓക്കെ.